ഹായ്, പ്ലേ സ്റ്റോറിൽ നിന്നല്ലാതെ പുറത്തുള്ള ഒരു ആപ്ലിക്കേഷനും ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യില്ല എന്ന് ശപഥം ചെയ്തവരാണോ നിങ്ങൾ? അങ്ങനെ ശപഥം ചെയ്തിട്ട് കാര്യമില്ല. മൊബൈലിൻ്റെ സെറ്റിംഗ്സിൽ ചില മാറ്റങ്ങൾ വരുത്തിയേ പറ്റൂ. എങ്കിൽ മാത്രമാണ് പുറത്തുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആകാതെ നമുക്ക് തടയാൻ സാധിക്കുക. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങളും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മളും ഒരുപാട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാറുണ്ട്. അതൊക്കെ പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇതിന് മുമ്പ് പ്ലേ സ്റ്റോറിന് പുറത്തുള്ള ആപ്ലിക്കേഷനും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നിർത്തി പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാറ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻ ഡയറക്റ്റ് കാണിച്ചു തന്നാൽ പോരെ, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡയറക്റ്റ് നമുക്ക് തന്നാൽ പോരെ, എന്തിനാണ് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് തരുന്നത് എന്ന്. നമ്മളിപ്പോൾ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. ആ സുഹൃത്തുമായിട്ട് ചങ്ങാത്തമായി, ഫ്രണ്ട്ഷിപ്പായി. അപ്പോൾ ആ ഒരു സുഹൃത്തിന് നിങ്ങൾ എന്തായാലും ഒരു ചായ വാങ്ങിക്കൊടുക്കുമല്ലോ, അറ്റ്ലീസ്റ്റ് ഒരു ലൈമെങ്കിലും വാങ്ങിക്കൊടുക്കൂലേ? അങ്ങനെ കരുതിയാൽ മതി. ഇപ്പം നമ്മുടെ വെബ്സൈറ്റിലൂടെ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊരു ചായ കുടിയുടെ പൈസ കിട്ടും. ചായ വാങ്ങി തരൂലേ? അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പുറത്തുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് സെറ്റിംഗ്സിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 മൊബൈലുകൾ എടുത്തിട്ടുണ്ട്. 2 മൊബൈലിലും സെറ്റിംഗ്സിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് രണ്ടും കാണിച്ചു തരാം എന്ന് കരുതിയിട്ടാണ് 2 മൊബൈലുകൾ എടുത്തിട്ടുള്ളത്. ഇവിടെ റിയൽമിയുടെ സെറ്റിംഗ്സ് ഞാനിവിടെ ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് വീണ്ടും കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മോർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് വീണ്ടും കുറച്ചുകൂടി താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇൻസ്റ്റാളേഷൻ സോഴ്സസ് എന്ന ഈ ഒരു ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും. ഇതൊക്കെ നിങ്ങൾ പെർമിഷൻ കൊടുത്തത് കൊണ്ടാണ് ഇവിടെ ഓണിൽ കാണുന്നത്. അതൊക്കെ നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതിലൂടെയൊക്കെ നിങ്ങളുടെ മൊബൈലിൽ പുറത്തുള്ള ആപ്ലിക്കേഷൻ വന്നു ചേരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഇവിടെ ഓണിൽ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഓഫിലിട്ട് കൊടുക്കുക. അപ്പോൾ പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻ മാത്രമാണ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുക. പുറത്തുള്ള ഒരു ആപ്ലിക്കേഷനും ഓട്ടോമാറ്റിക്കായിട്ടും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആകുകയില്ല. ഇനി ഇൻസ്റ്റാൾ ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഞാൻ നേരത്തെ കാണിച്ച സെറ്റിംഗ്സ് നിങ്ങൾ ഓൺ ചെയ്യാതെ ഇൻസ്റ്റാൾ ആകുകയില്ല. ഓക്കെ, ഇപ്പോൾ സാംസങ്ങിൻ്റെ മൊബൈലിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ബയോമെട്രിക് ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷനാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് താഴേക്ക് വരാം. ഇവിടെ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്നാണ്. ചില മൊബൈലിൽ അൺനോൺ സോഴ്സസ് എന്നായിരിക്കും ഉണ്ടാകുക. ഓക്കെ, ആ ഒരു ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും. ചില ആപ്ലിക്കേഷൻ ഇങ്ങനെ ഓണിൽ കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിലൂടെ നമുക്ക് പുറത്തുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ വന്നു ചേരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ആക്കാൻ ശ്രമിക്കുമ്പോഴും ഇൻസ്റ്റാൾ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് തടയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓണിൽ കിടക്കുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം ഓഫിലിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ പുറത്തുള്ള ഒരു ആപ്ലിക്കേഷനും ഒരിക്കലും തന്നെ ഓട്ടോമാറ്റിക്കായിട്ടും ഇൻസ്റ്റാൾ ആകുകയില്ല. ഇനി ഇൻസ്റ്റാൾ ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആ സെറ്റിംഗ്സിൽ മാറ്റം വരുത്താതെ ഇൻസ്റ്റാൾ ആകുകയും ഇല്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിന് പുറത്തുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നേരെ സെറ്റിംഗ്സിൻ്റെ അകത്തേക്ക് പോയിട്ട് ഞാൻ ഈ കാണിച്ച ഓഫ് ചെയ്യാൻ പറഞ്ഞ ആ സെറ്റിംഗ്സിൽ ചിലതൊക്കെ നിങ്ങൾക്ക് ഓൺ ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.